ഇത്രയും ചിരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ഈയൊരു ചോദ്യത്തിന് മുന്നിലാണ്. ഇൻസ്റ്റഗ്രാം റീലുകളിലെ കുസൃതികളും കാസർഗോഡൻ ഭാഷയുടെ തനിമയുമായി മലയാളി മനസ്സുകളിൽ ഇടം നേടിയ ചിന്നു പാപ്പു എന്ന രേഷ്മ ഇനി ഓർമ്മ. കാസർഗോഡ് ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ രേഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ ബാക്കിയാകുന്നത് ലക്ഷക്കണക്കിന് ആരാധകരുടെ കണ്ണീരും ഒപ്പം ഉത്തരമില്ലാത്ത ഒരുപിടി ചോദ്യങ്ങളുമാണ്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കേരളത്തെ നടുക്കിയ ആ വാർത്ത പുറത്തുവരുന്നത്. രാവിലെ ജോലിക്ക് പോയ ആൺസുഹൃത്ത് പലതവണ ഫോൺ വിളിച്ചിട്ടും രേഷ്മ പ്രതികരിച്ചില്ല. ഉച്ചയ്ക്ക് 2 മണിയോടെ ആദി കയറി മറ്റൊരു സുഹൃത്തിനൊപ്പം ക്വാർട്ടേഴ്സിലെത്തിയ ഇയാൾ കണ്ടത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന രേഷ്മയെയാണ്. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണവാർത്ത അറിഞ്ഞ് പരിസരവാസികൾ എത്തിയപ്പോൾ അലമുറയിട്ട് കരയുന്ന സുഹൃത്തിനെയാണ് കണ്ടത്. 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സും പ്രൊമോഷൻ വീഡിയോകൾ, തിരക്കേറിയ സോഷ്യൽ മീഡിയ ജീവിതം. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതെല്ലാം സന്തോഷമായിരുന്നെങ്കിലും രേഷ്മയുടെ വ്യക്തി ജീവിതം കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിരുന്നത്. ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കോടതിയിൽ നടന്നു വരികയായിരുന്നു. 4 വയസ്സുള്ള ഏകമകൻ രേഷ്മയുടെ പിതാവിനൊപ്പമാണ് താമസം. വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ ആൺസുഹൃത്തിനൊപ്പമായിരുന്നു താമസം. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഇരുവരും തമ്മിൽ കടുത്ത കലഹങ്ങൾ നടന്നിരുന്നതായി അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഈ മാനസിക സമ്മർദ്ദമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പാചക വീഡിയോകളും യാത്രാവിശേഷങ്ങളുമായി എപ്പോഴും പോസിറ്റിവിറ്റി പങ്കുവച്ചിരുന്ന ഒരാൾക്ക് എങ്ങനെ ഇത്തരമൊരു കടുത്ത തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്ന ഞെട്ടലിലാണ് സഹപ്രവർത്തകരും ആരാധകരും. കാസർഗോഡ് ആദൂർ ആലന്തടുക്കയിലെ ഗംഗാധരന്റെ മകൾ രേഷ്മ ഇനി സോഷ്യൽ മീഡിയയിലെ മാറാത്ത ഒരു നീറ്റലായി അവശേഷിക്കും.